ഈ കാണിച്ചത് മഹാമോശമായി പോയി കേട്ടോ, മഹാ ചെറ്റത്തരായി പോയെന്ന് തന്നെ പറയണം. കാരണം ഇത് ലൈവ് കണ്ടോണ്ടിരുന്നിട്ടുണ്ടല്ലോ, എനിക്ക് വല്ലാത്ത ജാതി ഇറിറ്റേഷൻ ഫീൽ ചെയ്തു. അനോയിങ് ആയിട്ടാണ് തോന്നിയത് ആദിലയുടെയും നൂറയുടെ ഒരു ബിഹേവിയർ. അവരെന്താണ് ചെയ്തതെന്നുള്ളത് ഞാൻ പറയാം. ആദ്യം തന്നെ അക്ബർ ഡീല് സംസാരിക്കാനായിട്ട് വന്നിരുന്നു. അക്ബർ 4 ബോട്ടില് വിൽക്കാൻ വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. 4 ബോട്ടിലായിട്ട് എടുക്കാൻ പറ്റില്ല, വലിയ ബോട്ടിലുണ്ടെങ്കിൽ അതും തരാനായിട്ട് അനീഷ് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു വലിയ ബോട്ടില് അക്ബർ കൊടുക്കുന്നില്ല. വലിയ ബോട്ടിൽ 5 കോയിൻസ് ആണല്ലോ, അത് മിക്കവാറും ആര്യന് കൊടുക്കാനായിട്ട് അക്ബർ വെച്ചിരിക്കുന്നതായിരിക്കും. എന്നിട്ട് പിന്നെ അക്ബറിനെ പറഞ്ഞയക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ആദില അവിടെ വരുന്നുണ്ട് കേട്ടോ. ആദിലയുടെ കയ്യിൽ വലിയ ബോട്ടിൽസ് ഉണ്ട്, ഒരു 3-4 ഉണ്ടെന്ന് തോന്നുന്നു, 3 ഉണ്ടെന്ന് തോന്നുന്നു. അത് വെക്കാനായിട്ട് ആദില തയ്യാറാവുന്നില്ല. എന്നിട്ട് അനീഷിനെ ചുമ്മാ വട്ട് കളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഞാനാണ് ആ വലിയ ബോട്ടിൽ, നിങ്ങൾ പുരുഷക്കാട് ഇറക്കുവാണോ, എന്റെ ഉള്ളിൽ എത്ര ബോട്ടിൽ ഉണ്ടെന്ന് അനീഷിന് അറിയണം പോലും. ക്വാളിറ്റി കൺട്രോൾ ഓഫീസറിന്റെ അടുത്ത് പരാതി പറയുകയാണ്, എന്റെ ഉള്ളിൽ എത്ര ബോട്ടിൽ ഉണ്ടെന്ന് അനീഷിന് അറിയണമെന്ന്. കൊണോട്ടേഷൻ വെച്ചിട്ടുള്ള സംസാരമാണ്. എന്നിട്ട് പോയി ആ ഒരു സ്റ്റോളിന്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നുണ്ട്. അപ്പം അതിലവിടെ ഇരിക്കുന്നതും നൂറ പോയി അനീഷിന്റെ ഒരു ബോട്ടിൽ എടുക്കുന്നുണ്ട്. ഈ സമയത്ത് അനീഷ് എന്ത് ചെയ്തു, ഒരു ഡിഫൻസ് മെക്കാനിസം എന്നോണം ജ്യൂസ് എടുത്തിട്ട് നൂറയുടെ മുകളിൽ ഒഴിക്കാനായിട്ട് നോക്കുന്നു. നൂറയുടെ മുഖത്ത് വീഴുന്നുണ്ട് ജ്യൂസ്, അതിലയുടെ മേത്തും വീഴുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇത് കണ്ട് പ്രൊവോക്കായിട്ട് അതിലെന്താണ് ചെയ്തത്, അനീഷ് അവിടെ കലക്കി വെച്ചിരുന്ന ജ്യൂസാണോ വെള്ളമാണോ എന്നറിയത്തില്ല, അത് ഫുൾ എടുത്ത് കമത്തി കളയുന്നുണ്ട്. ഈ ഒരു വെസലിനകത്തിരുന്ന ഫുൾ ജ്യൂസും എടുത്ത് കളയുന്നുണ്ട്. എന്ത് കഷ്ടമാണെന്ന് ഓർത്തണം. ആ മനുഷ്യൻ അവിടെ കലക്കി വെച്ചിരുന്ന ജ്യൂസാണ്, എന്ത് തോന്നിവാസമാണ് കാണിക്കുന്നത്. അതും ജ്യൂസ് ആണെങ്കിലും വെള്ളമാണല്ലോ, വാട്ട് എവർ ഇറ്റ് ഇസ്, വേസ്റ്റ് ചെയ്യുന്ന പരിപാടികളാണ്. ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള റിസോഴ്സസ് വേസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് അതിലെ കാണിച്ചത്. അത് മനഃപൂർവ്വം ചൊറിഞ്ഞ് പോയി അനീഷിന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചു കൂട്ടിയതാണ് ഈ ഒരു സംഭവം. അത് അനീഷിനെ പോയി അവിടെ പോയി ചൊറിഞ്ഞ് അനീഷിന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചതാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ നല്ല രീതിയിൽ തന്നെ നെഗറ്റീവ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത്. ആദിലയുടെയും നൂറയുടെയും കഥ കഴിയാനായിട്ട് പോവുകയാണ്, ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആവാനായിട്ട് പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു തുടക്കം മാത്രം. ഈ ഒരാഴ്ച ഫുൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ ടൈപ്പ് വെറുപ്പിക്കൽ പരിപാടികളായിരിക്കും. നല്ല രീതിയിൽ തന്നെ വെറുപ്പ് വാങ്ങിച്ച് ഇവരുടെ ചാപ്റ്റർ തീരാനായിട്ടുള്ള സാധ്യതകളാണ് കാണുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും